വർക്ക് കിച്ചൻ്റെ ഹോളി കമ്മ്യൂണിൻ്റെ ഫോട്ടോസ് കണ്ടപ്പോൾ കുറേ പേര് പറഞ്ഞിരുന്നു കേട്ടോ, ഫോട്ടോസും ഡെക്കറേഷനൊക്കെ അടിപൊളിയായിരുന്നെന്ന്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്ത ചെറിയ പരിപാടിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഗാർഡൻ തന്നെ സെറ്റാക്കി. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്, ഷിൻഡപ്പനും ജിൻഷനും, അവർ ക്യാവലിലാണ്. അവർക്ക് അവിടെ ഒരു ഇവൻറ്റ് ഇത് അറേഞ്ച് ചെയ്യുന്ന ഗ്രൂപ്പുണ്ട്, ഗ്രാൻഡ് ഈവൻറ്റ്സ് ക്യാവൻ. അപ്പോൾ അവരുടെ കുറേ സാധനങ്ങൾ കൊണ്ടുവന്നു. അതുപോലെ നമ്മുടെ ലിമറിക്കിൽ നമുക്ക് ബെല്ല ഈവൻറ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതും അത്തു നമ്മുടെ ഫ്രണ്ടാണ്. അപ്പോൾ അത്തുവിൻ്റെയും അടുത്തുനിന്നും കുറേ സാധനങ്ങൾ കൊണ്ടുവന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ആട്ടോ നമ്മുടെ ബാക്ക് ഗാർഡനിലെ അറേഞ്ച്മെൻറ്റ്സൊക്കെ സെറ്റാക്കി. നമ്മൾ ഒട്ടും പ്രതീക്ഷയിലാട്ടോ ഇത്രയും ഭംഗിയായിട്ട് വരുന്ന. നമ്മൾ ചെറുതായിട്ടൊരു പരിപാടി പ്ലാൻ ചെയ്തോളൂ, പക്ഷേ ഇവർ വന്നത് അടിപൊളി ഗംഭീരമാക്കി തന്നു. അതുപോലെ വെതർ സൂപ്പറായിരുന്നു കേട്ടോ, നല്ല സൂപ്പർ സണ്ണി ഡേ ആയിരുന്നു. ഇച്ചിരി ചൂട് കൂടുതലായി പോയി എന്നായിരുന്നു എല്ലാവരും പരാതി. പിന്നെ നമ്മുടെ എല്ലാ തവണയും പോലെ നമ്മുടെ ഫുഡ് ഗംഭീരമാക്കാൻ വേണ്ടി ജിത്തുവിൻ്റെ കാറ്ററിംഗ് സർവീസ് ഉണ്ടായിരുന്നു കേട്ടോ. സൂപ്പർ ഫുഡൊക്കെ സെറ്റാക്കി. പിന്നെ നമ്മുടെ എല്ലാ ഫ്രണ്ട്സും രാവിലെ തന്നെ വന്ന് നമ്മൾ വൈകുന്നേരം ഒരു 3 മണി 3 o'clock അങ്ങനെയൊക്കെ കേട്ടോ കേക്ക് കട്ടിങ് പറഞ്ഞായിരുന്നേ. അപ്പോൾ നമ്മുടെ ഇൻവൈറ്റ് ചെയ്ത എല്ലാ ഫ്രണ്ട്സും തന്നെ രാവിലെ തന്നെ എത്തി. എല്ലാവരും എല്ലാത്തിലും ഹെൽപ്പ് ചെയ്തു. അങ്ങനെ പടുപടൂന്ന് എല്ലാ പണികളും തീർത്തു കേട്ടോ. പിന്നെ നമ്മൾ പിള്ളേർക്ക് വേണ്ടിയിട്ട് ബൗൺസി ക്യാസിൽ ഒരെണ്ണം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഒരു ബാങ്ക് ഹോളിഡേ വീക്കെൻഡും കൂടി ആയിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളിയാഴ്ച കൊണ്ടുവന്ന് തിങ്കളാഴ്ച വരെ ബൗൺസി ക്യാസിലുണ്ടായിരുന്നു. അപ്പോൾ അതാണ് പിള്ളേർക്കും അതിനകത്ത് സൂപ്പറായിട്ടോ. പിന്നെ ഈവനിങ് ഒക്കെ ആയപ്പോഴേക്കും അതിനകത്ത് DJ ലൈറ്റ്സ് ഒക്കെ വെച്ച് ഷിൻഡപ്പൻ, അങ്ങനെ പിള്ളേർക്ക് നല്ല വൈബായിരുന്നു. അവർ ശരിക്കും എൻജോയ് ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ ചാടി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പണി തീർന്നേ. അതിന് പിന്നെ നമ്മൾ ഒന്ന് പോയി റെഡിയൊക്കെ ആയി വന്നു. അപ്പോൾ വെതർ ഞാൻ പറഞ്ഞില്ലേ സൂപ്പറായതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഉഷാറായിരുന്നു കേട്ടോ. നമുക്ക് എപ്പോഴും അങ്ങനെ ഒരു ത്രൂ ഔട്ട് ഒരു ഡേ ഇത്ര സണ്ണിയായിട്ട് കിട്ടാമെന്ന് പറഞ്ഞാൽ അങ്ങനെ അധികം കിട്ടാറില്ല. ഇടയ്ക്ക് വല്ല മഴയും പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആകെ ചുറ്റി പോകുമായിരുന്നു കേട്ടോ. കാരണം നമ്മളെല്ലാം പുറത്ത് അറേഞ്ച് ചെയ്തിരുന്നത്. ഫുഡും നമ്മൾ പുറത്ത് സെറ്റ് ചെയ്ത്, പിന്നെ ജിത്തുവിൻ്റെ അടുത്തുനിന്ന് ഒരു ടെൻറ്റ് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ചെറിയൊരു ടെൻറ്റ്. അത് മാത്രമേ പുറത്തൊരു ഇച്ചിരി ഷെയ്ഡിൽ ഉള്ളതുണ്ടായുള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ ഓപ്പൺ എയർ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ബെല്ലാവിൻസിൻ്റെ ഭാഗത്ത് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ഫൗണ്ടനും അതുപോലെ ഉള്ള ചോക്ലേറ്റ്സും സ്ട്രോബെറി ഒക്കെ ഡിപ്പ് ചെയ്ത് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അങ്ങനെ ഒരു കൗണ്ടർ അറേഞ്ച് ചെയ്തു. ഒരു ഭാഗത്ത് ഫുഡ് അറേഞ്ച് ചെയ്തു, ഒരു ഭാഗത്ത് ഡ്രിങ്ക്സ് അറേഞ്ച് ചെയ്തു. പിന്നെ ഇപ്പുറത്തെ കോർണറിൽ കുട്ടികൾക്കുള്ള കുറച്ച് അവർക്കുള്ള സീറ്റ്സും കാര്യങ്ങളും അതുപോലെ അവരുടെ ഒരു ബൗൺസി കാസിൻ്റെ അടുത്തായിട്ട് അതൊക്കെ സെറ്റ് ചെയ്തു കേട്ടോ. പിന്നെ നമ്മുടെ വർക്ക് കിച്ചന് പറത്താനുള്ള ബലൂണും കട്ടാനുള്ള കേക്കും അങ്ങനെ ഓരോന്നോരോന്നൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് കേട്ടോ. പിന്നെ പയ്യെ വേറെ ആളുകളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ നമ്മൾ പയ്യെ കേക്കൊക്കെ മുറിക്കാനും പാട്ടൊക്കെ ഇട്ട് പാട്ടൊക്കെ ഓണാക്കി. നമ്മുടെ നെയ്ബേഴ്സിനെ 1-2 പേരെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ ഉള്ള കാരണം നമുക്ക് പാട്ട് ചില അവിടെ വിട്ട് വെച്ചാലും കുഴപ്പമില്ല, കാരണം അവരും കൂടെ ഇൻവോൾവ് ആവുന്ന പാട്ടുകൾ. എന്തായാലും പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷമായി, കാരണം അവർക്ക് ഇഷ്ടംപോലെ സ്വീറ്റ്സും ചോക്ലേറ്റ് ഫൗണ്ടൈനും ഒക്കെ ആയിട്ട് ഒരു ഭാഗത്ത്, പിന്നെ കളിക്കാനായിട്ട് നല്ല ചൂടും കൂടെ ആയതുകൊണ്ട് ഓക്കെ ആയിരുന്നേ. എന്തായാലും ഡെക്കറേഷനൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഞാൻ പറഞ്ഞില്ല, വർക്ക് കിച്ചനും ഭയങ്കര ഹാപ്പിയായി. അവൻ്റെ റിയൽ കമ്മ്യൂണിറ്റി ഡേ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം ആയിരുന്നു. അപ്പോൾ അന്ന് പാർട്ടിയൊന്നും ഉണ്ടാവാതായിരുന്നു കാരണം ആൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ നമ്മൾ ചെറിയൊരു പാർട്ടി വീട്ടിൽ തന്നെ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴാണ് ഇത്രയും ഗംഭീരമാണെന്ന് വിചാരിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഓരോരുത്തർ വന്നു, അവൻ്റെ ഫ്രണ്ട്സായിട്ടുള്ളവരാണ് മെയിനായിട്ടും ഉണ്ടായിരുന്നത് കേട്ടോ. കേക്ക് നമ്മൾ സൂപ്പർ വാല്യൂ തന്നെ കേട്ടോ, പറഞ്ഞൊരു വലിയ കേക്ക് പറഞ്ഞു. പിന്നെ നമ്മൾ ഫുഡ് ഞാൻ പറഞ്ഞ ജിത്തുവാണ് റെഡിയാക്കിയായിരുന്നു. മെയിനായിട്ട് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ BDF ആണ്. ജിത്തുവിൻ്റെ BDF ലിമർക്കിൽ എല്ലാവർക്കും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഐറ്റമായിട്ടാണ് കേട്ടോ. പിന്നെ നമ്മുടെ അപ്പവും മട്ടൺ സ്റ്റൂവും റൈസും ചിക്കനും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. Thankfully, we are going to have a wonderful evening. So we are moving on to the cake cutting ceremonies and all. So I welcome Adona to host the evening for Hayden's Holy Communion. Adona can take over. Okay, so first I'd like to say in Matthew 18:20 it says, "For where 2 or 3 gather in my name, there I am with them." So to invite God here with us today, I'd like to invite Sindandi to say a prayer. ഇന്നിത്ര നല്ലൊരു ദിവസം ഞങ്ങൾക്കായി ഒരുക്കിയതിനെ ഓർത്ത് ആദ്യമായി ഈശോയെ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവായ ഈശോയെ മാർക്കിച്ചനെ പരിപാലിച്ച് ഈ നിമിഷം വരെ എത്തിച്ചു നിർത്തിയതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ വർക്കിച്ചൻ്റെ പാരൻസിനെ ലിനോയെ നിഷയും സഹോദരനെയും അനുഗ്രഹിക്കണമേ. ഈ മാതാപിതാക്കളെ ആ ഒരു രീതിയിൽ അവനെ വളർത്തിക്കൊണ്ട് വരുവാനുള്ള അനുഗ്രഹം നൽകണമേ കർത്താവെ. And to just cut a cake. So now Hayden, would you like to cut the cake? One second. There's no yes or no. Yes. You can cut the cake.
നമ്മുടെ ഇന്നത്തെ പാർട്ടിയുടെ അന്നത്തെ ഫോട്ടോസ് എടുത്ത് AJ ഫോട്ടോഗ്രാഫി ആട്ടോ, ജിൻസം ബ്രോ ആണ് എല്ലാം എടുത്തത്. ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ഇട്ടായിരുന്നു കേട്ടോ, അതിന് കുറേ കോംപ്ലിമെൻറ്റ്സ് കിട്ടിയായിരുന്നു. അതുപോലെ നമ്മുടെ കമ്മ്യൂണിൻ്റെ അന്നത്തെ പള്ളിയിലേക്ക് ഫോട്ടോ എടുത്തത് നമ്മുടെ റേഡിയൻ ഹ്യൂസ് ഫോട്ടോഗ്രാഫിയാണ്, നമ്മുടെ അമ്മീന്തറിൻ്റെ. അപ്പോൾ എല്ലാം നിങ്ങൾ ഫോട്ടോസും പോസ്റ്റൊക്കെ കണ്ട് ഒത്തിരി കമൻസും അതുപോലെ അവരുടെ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചിരുന്നു. അതൊക്കെ ഞാൻ ആ ഫോട്ടോസും താഴെയൊക്കെ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽസ്. കാലത്തോടി നടന്നൊരു പെണ്ണെ കയ്യിൽ കരിവളയിട്ട് കമ്മറ്റി കൊണ്ട് വരച്ച് പിന്നെ വാർമുടിയൊക്കെ വിരിച്ച് നല്ല അങ്ങനെ കേക്ക് കട്ടിങ്ങും ഭക്ഷണമൊക്കെ കഴിഞ്ഞൊരു ഈവനിങ് ആയപ്പോഴേക്കും പയ്യ നമ്മൾ ബാർബിക്യൂ തുടങ്ങി കേട്ടോ. അതും ജിത്ത് തന്നെ കോർഡിനേറ്റ് ചെയ്ത് ബാർബിക്യൂ ഒക്കെ മാരിനേഷനൊക്കെ ചെയ്ത് നമ്മളെല്ലാവരും കൂടെ ബാർബിക്യൂ. പിന്നെ അതിൻ്റെ ഇടയിൽ എല്ലാവരും പാട്ട് പാടുകയും ഡാൻസ് കളിക്കുകയും ഫുൾ ഓണായിരുന്നു കേട്ടോ. ചൂടി താഴെ കടലിൽ തിരയിളകി സ്നേഹം പോലെ സ്നേഹം തീരത്തിൽ തുള്ളി കുടിക്കും താളം താളത്തിൽ കണ്ടു ഞാനൊരു താമരപ്പൂവ് എന്റെ കണ്ണിൽ കണ്ടു ഞാനൊരു താമരത്താര് നീയാമ്പൽ കടവീണം നരയ്ക്കൂ കാടും പൂത്തല്ലോ ഞാവൽ കായ്പഴുത്തല്ലോ ഇന്നും കാലമായില്ലേ എന്നെ കൈ പിടിച്ചിടാൻ അന്നോ മൂളിപ്പാട്ടും പാടിത്തന്ന മുളം തത്തമ്മേ ഇന്നീ ആടൊഴിഞ്ഞ ഉത്തരാടകായലിലെ കെട്ടുവെള്ളം തുഴയുന്ന ഏറ്റവും മികച്ച സമ്മാനം അച്ഛനമ്മയ്ക്ക് നേടി. അങ്ങനെ ഒരു അടിച്ചുപൊളി ദിവസമായിരുന്നു കേട്ടോ. കുറേ രാത്രി കുറേ വരെ നമ്മൾ ബാർബിക്യൂ ഒക്കെ ചെയ്ത് പാട്ടൊക്കെ വെച്ച് അടിപൊളിയായിരുന്നേ.